ചെമ്മീനും മുരിങ്ങക്കായും കൊണ്ടാണ് ഒരു കറി വെക്കുന്നത്. കറി വയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് ചെമ്മീനും മുരിങ്ങക്കായ സബോള എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം, മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം, 2 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ വീട്ടിലുണ്ടായ മുളകാണ്. സബോള ചേർത്ത് കൊടുക്കുക, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക, 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 3 കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കാം, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു നാടൻ കറിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പം നമ്മളിത് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരവി അരച്ചിട്ട് വരാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് നമ്മൾ തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടുണ്ട് അരയണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾക്ക് തേങ്ങ ഫൈനായിട്ടൊന്നും അരയണ്ട. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ലേശം കൂടെ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയല്ല, 2 കുഞ്ഞ് തക്കാളി കേട്ടോ. പുളി കൂടുതൽ വേണ്ട നമുക്ക്. അതാണ് ഞാൻ കുടംപുളിയൊക്കെ കുറച്ചിട്ട് വെക്കുന്നത്. ചെമ്മീൻ കറി ആകുമ്പോഴേ കുറച്ച് മതി. ഇത് നമ്മുടെ പൂവാലൻ ചെമ്മീനാണ് കേട്ടോ. പേര് പറയാൻ മറന്നുപോയി. പൂവാലൻ ചെമ്മീനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, വെള്ളച്ചെമ്മീൻ. നമ്മുടെ കറി വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പുണ്ട്. നമ്മൾ 2 പ്രാവശ്യം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളി കറിയാണ്. നമുക്കൊന്ന് താളിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി. നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, ചുവന്നുള്ളി അരിഞ്ഞതാണ്. നമ്മൾ കടുക് ചേർക്കുന്നില്ല. നമ്മൾ ചുവന്നുള്ളി കറിവേപ്പില മാത്രം ഇട്ട് താളിക്കുന്നുള്ളൂ. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ വളരെ ടേസ്റ്റിയായ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. അടിപൊളി കറിയാണ്. ഇന്നത്തെ നമ്മളെ ചെമ്മീൻ കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ, ബൈ ബൈ.